ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഗ്രേറ്റ് ആയിരുന്നു, അല്ലെ? ഗ്രേറ്റ് ആയിട്ടുള്ളൊരു പ്രോഫറ്റ് ആയിരുന്നു ജോൺ ദ ബാപ്റ്റിസ്റ്റ്. നമ്മളുടെ പിതാവായിട്ടുള്ള യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുക, ജോണിനെ പോലെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു 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 പ്രോഫറ്റ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ഒരാൾ ഈ ലോകത്തുണ്ടായിരുന്നില്ല. പക്ഷേ ദൈവരാജ്യത്തിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ജോണിനേക്കാളും വലുതായിരിക്കും എന്നും യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ജോൺ തൻ്റെ ജീവിതം, അല്ലെ, യോഹന്നാൻ തൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി കൊടുത്തൊരു വ്യക്തിയായിരുന്നു. വിൽഡർനെസ്സിൽ, അല്ലെ, മരുഭൂമിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തം. അദ്ദേഹം തൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ഫില്ല് ചെയ്യപ്പെട്ട് തൻ്റെ ജീവിതം മൊത്തം ദൈവത്തിന് വേണ്ടി ചെലവഴിച്ച് അവസാനം ദൈവത്തിന് വേണ്ടി നിന്നുകൊണ്ട് തന്നെ, ദൈവത്തിൻ്റെ എന്താ പറയുക, നീതിയിലും സത്യത്തിലും ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഹെരോദാവിനാൽ കൊല്ലപ്പെട്ട ഒരു ഒരു ദൈവദാസൻ, മഹാനായ ഒരു ദൈവദാസൻ. എന്നാലും പറയട്ടെ, അദ്ദേഹം ഇത്രയധികം മഹാനായിരുന്നിട്ട് പോലും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കൃപ, ദൈവം ചർച്ചിന് തന്നിരിക്കുന്ന കൃപ, ഇത് കൃപായുഗമാണ്. ഗ്രേസ് ഓഫ് ഗോഡ് അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് അതിനെപ്പറ്റി അറിയാമായിരുന്നു എന്ന് പോലും അറിയത്തില്ല, അല്ലെ? അദ്ദേഹത്തിന് തന്നെയല്ല, മോസസും ഡേവിഡും ഐസയും ജെറമിയും എല്ലാവരും, അവർക്ക് ആർക്കും തന്നെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കൃപയ്ക്ക് പാത്രങ്ങളാകാൻ അവർക്ക് ഒരിക്കൽ പോലും ദൈവം അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു. അവർക്ക് ദൈവം ആ ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെ? അപ്പോ നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ചർച്ച എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്, അല്ലെ? നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേസ് വെറുതെ നമ്മുടെ തോന്നിയാസത്തിന് ജീവിച്ച് കളയാനുള്ളതല്ല. അത് നമ്മൾ എന്നും മനസ്സിലാക്കും. നമ്മുടെ ഇഷ്ടത്തിൻ പ്രകാരം ജീവിക്കാനുള്ളതല്ല. യേശു നമ്മൾ എങ്ങനെ യേശുവിനെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതനുസരിച്ച് ജീവിക്കാനുള്ളതാണ്. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളെ തേടിയെത്തിയതാ. കർത്താവ് അങ്ങയുടെ കൃപ, അങ്ങയുടെ സ്നേഹം. കർത്താവ് ഞങ്ങൾ ഇതിനൊന്നും അർഹരല്ല, ഒന്നും തന്നെ ഇല്ല ഞങ്ങൾക്ക്. കർത്താവെ, അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തില്ലായിരുന്നു, ഞങ്ങൾ എവിടെയൊക്കെയോ നശിച്ചു പോകേണ്ട വ്യക്തികളായിരുന്നു. പക്ഷെ ഞങ്ങളെ തേടിയെത്തിയതിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ ഗോഡ്. എന്നും സംസാരിക്കണമേ കർത്താവ്, എന്നും സംസാരിക്കുന്ന പോലെ യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് ലൂക്കോസിലേക്ക് പോകും. ലൂക്കോസിന്റെ 3-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 18 വരെയുള്ള വാക്കുകൾ, ലൂക്കോസിന്റെ 3-ന്റെ 1 തൊട്ട് 18 വരെയുള്ള വാക്കുകൾ. നമുക്കറിയാം ഇച്ചിരി കൂടുതലുണ്ട് വാക്കുകൾ, 18 വാക്കുകൾ എന്നൊക്കെ പറഞ്ഞാലും. പക്ഷെ എന്നാലും എന്നും ദൈവത്തിന്റെ വചനം കേൾക്കുന്നതും അത് നമ്മുടെ ഹൃദയത്തിലുള്ളതും ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമുക്കറിയാം നമ്മുടെ പിതാവായിട്ടുള്ള യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന, ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ ഒരു വീട് അത് പാറമേൽ പണിയുന്ന വീട് പോലെയാണ്. എന്ന് വെച്ചാൽ കാറ്റും കോളും എല്ലാം വരും, അതിന് തിരമാലയൊക്കെ വന്ന് അടിക്കും, പക്ഷെ ഈ വീട് കുലുങ്ങാൻ പോകുന്നില്ല. വചനത്തില് ബേസ്ഡ് ആയിട്ടുള്ള ജീവിതം നമ്മളുടെതെങ്കിൽ നമ്മൾ കുലുങ്ങാൻ പോകുന്നില്ല ചുരുക്കം, അല്ലെ? ഇനി ഈ വചനത്തിലേക്ക് പോയി ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ വാക്കോട് താഴോട്ട് വായിക്കും, 18-ാമത്തെ വാക്ക് വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് വായിച്ചു പോകുമ്പോൾ സംസാരിച്ചുകൊണ്ട് പോകാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തിബരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ, ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഖോനിത്തി ദേശങ്ങളിലും ലൂസാനിയസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും കന്നാവും കയഫാസും മഹാപുരോഹിതന്മാരും ഇരിക്കും കാലം സെഖര്യാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായി. ഞാനൊരു കാര്യം ഇവിടെ പറയട്ടെ. ഒരു കാര്യങ്ങൾ. ലൂക്ക് എന്ന് പറഞ്ഞ ലൂക്കോസ് ഡോക്ടറായിരുന്നു, നല്ല ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിരുന്നു, അല്ലെ? അപ്പം നമ്മളെ മനുഷ്യരുടെ ബുദ്ധിയേക്കാൾ ഉപരിയായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് തരുന്ന വിജ്ഞാനം, വിസ്ഡം, അല്ലെ? അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമുക്കറിയാം ഹോളി സ്പിരിറ്റ് ഗോഡ് ദൈവമാണ്. ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റി പലരും ഒരു വിചാരമുണ്ട്, യേശുക്രിസ്തുവിനേക്കാളും കുറച്ചുകൂടെ താഴ്ന്ന, അല്ലെങ്കിൽ പിതാവിനേക്കാളും താഴ്ന്നാണ് യേശുക്രിസ്തുവിനേക്കാളും താഴ്ന്നാണ് ഹോളി സ്പിരിറ്റ് ഗോഡിനൊക്കെ. അങ്ങനെ വിചാരങ്ങളൊക്കെ ഉണ്ട് മനുഷ്യർക്ക്. പക്ഷെ അതൊന്നുമല്ല, അവർ മൂന്നും ഒന്നാണ്. ഹോളി സ്പിരിറ്റ് ഗോഡ് പിതാവിന്റെയും പുത്രന്റെയും ആത്മാവാണ്.
അല്ലെ? മകന്റെയും പിതാവിന്റെ ആത്മാവാണ്. അപ്പൊ എനിക്കൊരു ആത്മാവുണ്ട്, നിങ്ങൾക്കൊരു ആത്മാവുണ്ട്. എന്റെ ആത്മാവാണ് ഞാൻ, അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡാണ്. യേശുക്രിസ്തുവിന്റെ ആത്മാവ് ഹോളി സ്പിരിറ്റ് ഗോഡാണ്. പിതാവിന്റെ ആത്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവും പുത്രനും ഹോളി സ്പിരിറ്റ് ഗോഡ് ഒന്നാണ്. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് ഇവിടെ എന്താ പറയാ, ലൂക്കോസ് വഴി ഒരു വലിയൊരു കാര്യം ഇവിടെ ചെയ്തിരിക്കുക. ദൈവം ചെയ്യുന്നതെല്ലാം വലിയ കാര്യം തന്നെ. എന്നാൽ ഇവിടെ ഒരു കാര്യം ഇവിടെ ചെയ്തിരിക്കുക സ്പെസിഫിക് ആയിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹിസ്റ്ററിക്കായിട്ട് വേണ്ടിയുള്ള രേഖകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തു ആരെന്നറിയാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക്, ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ ഒന്നറിയാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക്, ജോൺ ദ ബാപ്റ്റിസ്റ്റ് എത്തിപ്പെടുന്നത് യേശുക്രിസ്തുവിലാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ ശരിക്കും അറിയാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഈ കാലയളവിൽ നടക്കുന്ന കാര്യങ്ങളാണ് ആണ് എന്നുള്ളത് കൊണ്ട്, അല്ലെ? ഹെരോദാവ് ഗലീലയില് ടെട്രാർക്കായിട്ട്, ഇടപ്രഭുവായിട്ട്, അതായത് ഗവർണർ പോലെ ഭരിച്ചുകൊണ്ടിരുന്ന, നമ്മുടെ നാട്ടിലെ ഗവർണർ, അല്ലെങ്കിൽ പറയട്ടെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താ പറയാ, അദ്ദേഹത്തിന്റെ സഹോദരൻ ഫിലിപ്പോസ് ഇതുര്യത്ര കോനി ദേശങ്ങളിൽ അതിന്റെ ടെട്രാർക്കായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമുക്ക് റിസർച്ച് ചെയ്യുവാണെങ്കിൽ ഇതേത് സമയമാണെന്നും ഇതേത് കാലയളവെന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ സമയത്ത് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അപ്പൊ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പറ്റി കുറച്ചൊന്ന് അറിയാൻ ശ്രമിക്കുവാണെങ്കിൽ യേശുക്രിസ്തുവിലേക്ക് ചെന്നെത്തും, അല്ലെ? അത് ഒരു എന്താ പറയുക, നമ്മൾ ബൈബിൾ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ, ബൈബിൾ വായിച്ചാൽ ദൈവത്തിന്റെ വചനം മനസ്സിലാവുന്നത്. പിന്നെ ഇനി വേറെ ആർക്കെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണ്, അവർക്ക് ഹിസ്റ്ററിയിലേക്കൊക്കെ പോയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഒരു കൂട്ടം ജനങ്ങള് യേശുക്രിസ്തു വെറും ഒരു പ്രോഫറ്റാണ്, വെറും ഒരു പ്രവാചകൻ മാത്രമാണെന്ന് വരുത്തി തീർക്കാനും, യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവരിയിൽ ക്രൂശിതനാക്കപ്പെട്ടിട്ടില്ലെന്ന്, അവിടെ മരിച്ചിട്ടില്ലെന്നും വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അല്ലെ? ക്രോസ് ഓഫ് കാൽവരി ക്രൂശിൽ അകപ്പെട്ടു, ആണി അടിച്ചു, പക്ഷെ അവിടെ വെച്ച് ദൈവം പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു തീർക്കാൻ, നമ്മുടെ അങ്ങനെയൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവര് പെടാപ്പാട് പെട്ടോണ്ടിരിക്കുകയാണ്, അല്ലെ? എന്നാൽ ചില ആൾക്കാർ, ഏത്തിസ്റ്റുകൾ, അവര് പറയുന്നത് വെച്ചാല് യേശുക്രിസ്തു വെറും ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, വെറുതെ ഒരു ക്യാരക്ടറാണ്, അല്ലെ? ആരോ എഴുതിയ ഒരു നോവൽ പോലുള്ള കാര്യത്തിൽ ഒരു ക്യാരക്ടറാണ്, ഒരു നടനാന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി അങ്ങനെ കുറച്ച് പെടാപ്പാട് വരുന്ന ആൾക്കാർ. അപ്പൊ അവരിൽ നിന്നെല്ലാം അവർക്ക് യേശുക്രിസ്തു ആരെന്ന് അറിയണമെങ്കിൽ ഇവിടെ ഡേറ്റയെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കണം. ഇപ്പൊ AI-ന്റെയും ChatGPT-ന്റെ കാലമാണല്ലോ. അതൊക്കെ ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്, അറിയാൻ പറ്റും, അല്ലെ? ഹിസ്റ്ററി ബുക്കിലേക്കൊക്കെ ഒന്ന് പോകണേ അറിയാൻ പറ്റുമല്ലോ, അല്ലെ? അതിനെപ്പറ്റിയാ പറ്റിയാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കാര്യം ഇവിടെ ദൈവം ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പറ്റി ഒന്ന് വിചാരിച്ചു നോക്ക്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് സെക്കരിയാവിന്റെ മകനാണ്. സെക്കരിയ എന്ന് പറയുമ്പോൾ സക്കറിയ, അല്ലെ? സെക്കരിയ എന്ന് പറയുമ്പോൾ ലീവായ് ഗോത്രത്തിൽപ്പെടുന്ന, ലെവി ഗോത്രത്തിൽപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഒരു എന്താ പറയുക, പ്രീസ്റ്റ് ആയിരുന്നു, പുരോഹിതനായിരുന്നു. അദ്ദേഹം പുരോഹിതനായപ്പോ തന്റെ പൗരോഹിത്യം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നപ്പോ, അതിന്റെ ഡ്യൂട്ടിയിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണല്ലോ ഗബ്രിയേൽ പ്രത്യക്ഷപ്പെട്ടത്, അല്ലെ? ടെമ്പിളിന്റെ അകത്ത്, ജെറുസലേം ടെമ്പിളിന്റെ അകത്ത് വെച്ച് അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ ജോണും തന്റെ പിതാവ് കഴിയുമ്പോ പിന്നെ പുരോഹിതനാകേണ്ടതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു പുരോഹിത ഫാമിലിപ്പെട്ടവരാണ്, പുരോഹിതനാണ്, അല്ലെ? ആരിന്റെ പൗരോഹിത്യത്തിന്റെ കീഴിൽ വരുന്ന, അല്ലെ? ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നുള്ള, ജോൺ എന്നുള്ള, അല്ലെ യോഹന്നാൻ എന്നുള്ള പുരോഹിതൻ മെൽക്കിസേദേക്കിന്റെ ഓർഡറിൽ വരുന്ന പുരോഹിതനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇവിടെ. മെൽക്കിസേദേക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹം രാജാവുമാണ്, കിങ് ഓഫ് സേലം എന്നല്ല പറയുന്നത്, രാജാവുമാണ്, പിന്നെ പുരോഹിതനുമാണ്. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ. രാജാവും പുരോഹിതന്മാരും ഒരുമിച്ച് വരത്തില്ല, അല്ലെ? രാജാവ് ജൂഡ ഗോത്രത്തിൽ നിന്ന് വരുന്നവര്, അല്ലെ? പിന്നെ ബാക്കിയുള്ള ഗോത്രത്തിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജൂഡ ഗോത്രത്തിൽ നിന്നായിരിക്കണം എന്നുള്ളതാണ്. ഡേവിഡിന്റെ ലീനേജിൽപ്പെട്ടവരായിരിക്കണം. ഡേവിഡായിരുന്നല്ലോ ദൈവത്തിന് ഇഷ്ടപ്പെട്ട, ദൈവത്തിന്റെ ഹിതം അതായിരുന്നല്ലോ. ഡേവിഡിന്റെ കുലത്തിൽപ്പെട്ടവരായിരിക്കണം രാജാക്കന്മാരെന്നുള്ളു. പക്ഷെ സോളമൻ വന്നപ്പോ, സോളമൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ ദൈവം എന്താ പറയുക, പകുക്കുന്നു, അല്ലെ? പാട്ട് ചെയ്യുന്നു. 10 ട്രൈബ് കൂടിയിട്ട് ഒരു രാജ്യമാവുന്നു. അപ്പൊ അവിടെ ഇസ്രായേൽ എന്നുള്ള രാജ്യമാവുന്നു. പിന്നെ ജൂഡയും ബെഞ്ചമിനും ചേർന്നിട്ട് ഒരു രാജ്യമാവുന്നു.
അപ്പൊ ഇസ്രായേലിന്റെ പാട്ടായിട്ട് ഇതൊരു അവിടെ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാ ഗോത്രത്തിൽ നിന്നും രാജാക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ദൈവത്തിന്റെ ഗീതത്തിൽപ്പെട്ടൊന്നും ആയിരുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് യേശു ക്രിസ്തു മെൽക്കിസദേക്കിന്റെ ഓർഡറിൽ വരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് രാജാവുമാണ്, എന്താ പറയുക, പ്രീസ്റ്റുമാണ്. അപ്പൊ ആരന്റെ അല്ലെങ്കിൽ അഹരോന്റെ പ്രീസ്റ്റ്ഹുഡിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൗരോഹിത്യത്തിൽ വരുന്ന പ്രീസ്റ്റ് മെൽക്കിസദേക്കിന്റെ ഓർഡറിൽ വരുന്ന പ്രീസ്റ്റ് ആയിരിക്കുന്ന യേശു ക്രിസ്തുവിനെ, അല്ലെ രാജാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമല്ലേ. അതിനെപ്പറ്റിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. മൂന്നാമത്തെ വാക്കോട്ട് പറയാം. അവൻ ജോർദാൻ അരികെയുള്ള നാട്ടിൽ, അപ്പൊ ദൈവത്തിന്റെ വചനം വന്നു അല്ലെ. മരുഭൂമിയിൽ വെച്ച് യോഹന്നാനോട് ദൈവം പറഞ്ഞു, ഒക്കെ വർക്ക് തുടങ്ങുക എന്നുള്ള ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അപ്പൊ മൂന്നാമത്തെ വാക്കോട്ട്, അവൻ യോർദാൻ അരികെയുള്ള നാട്ടിൽ ഒക്കെയും വന്നു പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. ഇപ്പോ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിതു, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ, എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞതും ചൊവ്വാവും ദുർഘടമായ നിരന്ന വഴിയായി തീരും, സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ തന്നെ. അപ്പൊ ജോണിനെ പറ്റി പറയുക, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് അല്ലെ. എല്ലാ കുന്നും എന്താ പറയാ നിരപ്പാകും, എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും താഴ്വര എല്ലാം നികന്നു വരും, എന്താ പറയുക, ദുർഘടമായതിനെല്ലാം നിരപ്പാക്കും, നല്ല വഴിയൊക്കെ തീർക്കും, സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും അല്ലെ. അദ്ദേഹം മരുഭൂമിയിൽ വിളിച്ചപേക്ഷിക്കുന്നവന്റെ ശബ്ദമായി തീരും. ജോണിനെ പറ്റി പറയാം. അപ്പൊ ഇവിടെ എല്ലാ കുന്നും ഇടിച്ച് നിരപ്പാക്കുമെന്നും താഴ്ന്ന എന്താ പറയുക താഴ്വരയിൽ നികന്നു വരും എന്നൊക്കെ പറയുന്നത്, ദുർഘടമായിരിക്കുന്ന വഴികളൊക്കെ ശരിയാകും എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇത് ഒരു PWD വർക്ക് ചെയ്യുന്നതിനെ പറ്റി അല്ലല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. റോഡ് വർക്ക് ചെയ്യുന്നതിനെ പറ്റി അല്ല പറഞ്ഞിരിക്കുന്നത്, ലാൻഡ്സ്കേപ്പിങ്ങിനെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവം പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തെ പറ്റിയാ. അപ്പൊ താഴ്വര പോലെയുള്ള അല്ലെ, ഇൻഫെർട്ടിലിറ്റി കോംപ്ലക്സ് ആയിട്ട് അല്ലെങ്കിൽ വീണു പോയിരിക്കുന്ന വ്യക്തി, ഇൻഫെർട്ടിലിറ്റി കോംപ്ലക്സ് ആയിട്ട് വീണു പോയവരില്ല, വീണു പോയിരിക്കുന്ന വ്യക്തികൾ, ബോണ്ടേജിലായിരിക്കുന്ന വ്യക്തികൾ, ബന്ധനത്തിലായിരിക്കുന്ന വ്യക്തികൾ, ഇനി ജീവിതത്തിന്റെ ഹോപ്പ്, പ്രതീക്ഷയില്ലാതിരിക്കുന്ന, കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്ന വ്യക്തികൾ, ഒരു പ്രതീക്ഷയില്ല, ജീവിതം മുമ്പോട്ട് എങ്ങനെയെന്ന് അറിയത്തില്ലാതിരിക്കുന്ന വ്യക്തികൾ, അവർക്ക് കൈത്താങ്ങായി അവരെ ഉയർത്തിക്കൊണ്ട് വരുന്നതിനായിട്ട്, അഹങ്കാരം മൂത്ത് നടക്കുന്ന വ്യക്തികൾ അല്ലെ. അപ്പൊ കുന്നുപോലെ ഇത് മനസ്സിന്റെ ഹൃദയത്തിന്റെ ഹൃദയമുള്ളവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരത്തോടുകൂടി നടക്കുന്ന വ്യക്തികൾ, അവരെയും അഹങ്കാരം കളഞ്ഞിട്ട് താഴേക്ക് വരുന്നത്. അപ്പൊ ദുർഘടം പിടിച്ച പാത അതെല്ലാം ശരിയാക്കി നിരപ്പാക്കിക്കൊണ്ട് ദൈവം അല്ലെ അതിനായിട്ട് ഒരുക്കുന്നവൻ അല്ലെ. എന്താ പറയാ, ജോണിന്റെ വർക്ക് തന്നെ അതായിരുന്നു അല്ലെ. ദൈവത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നു, മാനസാന്തരത്തിന് ഉതകുന്ന രീതിയിലുള്ള ജീവിതം ജീവിക്കുക എന്നൊക്കെ ആൾക്കാരെ പറ്റി പറയുന്നത് അല്ലെ. പാപമോചനത്തെ പറ്റി സംസാരിക്കുക, പാപമോചനത്തിനായിട്ടുള്ള മാനസാന്തരത്തെ പറ്റി സംസാരിക്കുക അല്ലെ. അതാണല്ലോ അദ്ദേഹത്തിന്റെ വർക്ക്. ഇനി 7ാമത്തെ വാക്കോട്ട്, അവനാൽ സ്നാനം ഏൽക്കാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നു ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിലും കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിൽ ഇട്ടുകളയും. എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് പുരുഷൻ അവനോട് ചോദിച്ചു. അപ്പം ജോൺ ഒരു പ്രത്യേക കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു സ്റ്റൈലായിരുന്നു ജോണിന് അല്ലെ. ഒരു സോഫ്റ്റ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല ജോണിന്. ഉള്ള കാര്യം മുഖത്തടിച്ചങ്ങ് പറയുന്നത് അല്ലെ. നീയൊക്കെ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നിന്റെയൊക്കെ കാര്യം ശരിയാവത്തില്ല എന്ന് നേരെ ചൊവ്വേ എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയാൻ ധൈര്യക്കുറവില്ലാത്തൊരു വ്യക്തിയായിരുന്നു ജോൺ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ വേണ്ടത് അല്ലെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിന് ആകപ്പാടെ ഒരു ഹേർട്ട്, ഒരു കുത്തുകൊണ്ട് അല്ലെ. അപ്പൊ അതവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം അല്ലെ. അതിന്റെ ഇടയ്ക്ക് ജോൺ പറയുന്നുണ്ട്,
നിന്നോടൊക്കെ ഉപദേശിച്ചാരാ നിനക്ക് വരാനിരിക്കുന്ന ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടി? എന്താ പറയുക, എബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്നൊന്നും മനസ്സിൽ പറയേണ്ട കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ കുടുംബത്തിൽപ്പെട്ടവരാണെന്നും വലിയ എന്താ പറയാ പകലോൽമറ്റം വ്യക്തികളാണെന്നും ഒന്നൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നേരെ ചൊവ്വേ വന്ന് ദൈവത്തിന്റെ കാൽക്കീഴിലാകുവാണെങ്കിൽ ജീവിതം ഉണ്ടാവും എന്ന് ചുരുക്കം, അല്ലെ? അത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ, അല്ലെ? അപ്പൊ അങ്ങനെ 10ാമത് വാക്ക് പറയാം. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പുരുഷാരം അവനോട് ചോദിച്ചപ്പോ റിപ്പൻറ്റൻസിന് ഉതകുന്ന തരത്തിലുള്ള ഫലം കായ്ക്കുക, അല്ലെ? എന്ന് പറഞ്ഞതിന് പകരമായിട്ട് അവര് ചോദിക്കുക ഞങ്ങൾ എന്ത് ചെയ്യണം. അപ്പൊ 11ാമത്തെ വാക്കുമായിട്ട് പറയൂ, അതിന് അവൻ 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവർ അങ്ങനെ തന്നെ ചെയ്യട്ടെ, ഇല്ലാത്തവർ കൊടുക്കട്ടെ, അല്ലെ? ചുങ്കക്കാരൻ സ്നാനം ഏൽക്കാൻ വന്നു, ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചതിന് നിങ്ങളോട് കൽപ്പിച്ചത് അധികം ഒന്നും പിരിക്കരുതെന്ന് പറഞ്ഞു. പടജനവും അവനോട് സോൾജേഴ്സ് അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിക്കാതെയും ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. ജനം കാത്തു നിന്നു. അവർ അവൻ ക്രിസ്തു എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവും കൊണ്ടും തീ കൊണ്ടും സ്നാനം ഏൽപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചു കൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. അപ്പോ ആൾക്കാര് ജോണിന്റെ പ്രീച്ചിങ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മാനസാന്തരം വരുക, അല്ലെ? അവർക്ക് മനസ്സിലൊരു കുത്തുകൊള്ളു, അല്ലെ? ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുക. അവർക്ക് അറിയത്തില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഫാരിസീസും പരീശന്മാരും സാദുസീസും സ്ക്രൈബുകളൊക്കെ അവിടെ പഠിപ്പിക്കാൻ വേണ്ടി ഉള്ളവരാണ്, അല്ലെ? പക്ഷെ ഇവര് പഠിപ്പിക്കുന്നില്ല. ആൾക്കാരെ ഒന്നും ഒരു കാര്യം പഠിപ്പിക്കുന്നില്ല. അവര് വലിയ ആൾക്കാരാന്ന് പറഞ്ഞുകൊണ്ട് ഹൈ പ്രീസ്റ്റുകളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുള്ളതല്ലാതെ ഒന്നും ഒരു കാര്യം പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഇവരെ മനുഷ്യരെ പഠിപ്പിക്കുക, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ജോലി. പക്ഷെ അവരത് ചെയ്യുന്നില്ല, അല്ലെ? നമുക്ക് നിക്കോഡമസ് യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്നപ്പോൾ യേശു തന്നെ ചോദിക്കുന്നുണ്ട്, നീ വലിയൊരു ടീച്ചറല്ലേ, ഇസ്രായേലിന്റെ വലിയ ടീച്ചറല്ലേ, നിനക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ബോൺ അഗെയിൻ അല്ല വീണ്ടും ജനത്തെ പറ്റി നിനക്ക് അറിയത്തില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവര് ടീച്ചർമാരാണ്. ഈ പരീശന്മാരും അല്ലെ സാധുക്യരും ഒക്കെ ടീച്ചർമാര്. പക്ഷെ അതൊന്നും പറയുന്നില്ല, അവരൊന്നും പഠിപ്പിക്കുന്നില്ല. എന്താ പറയുക, തോറയിൽ നിന്നും പ്രോഫറ്റുമാരിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. ഈമസിലേക്ക് പോയിരുന്ന 2 പേര്, അല്ലെ? യേശുവിന്റെ മരണത്തിന് ശേഷം ഈമസ് ഒന്നല്ലെങ്കിൽ എയ്മസ്, അല്ല എന്താ മലയാളത്തിൽ പറയുന്നത്, ആ വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരുന്ന യേശുവിന്റെ 2 ശിഷ്യന്മാര് അവരിങ്ങനെ തങ്ങളോട് തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ യേശുവിന്റെ മരണത്തെ പറ്റി എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമനായിട്ട് യേശുക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തോറയിൽ നിന്ന്, അല്ലെ? പ്രോഫറ്റുമാരുടെ സ്ക്രിപ്ചറിൽ നിന്നും സാംസിൽ നിന്ന് സങ്കീർത്തനത്തിൽ നല്ല യേശു തന്നെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ ഹൃദയം ഇങ്ങനെ കത്തുക, അല്ലെ? ബേൺ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവര് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഈ പരീശന്മാരും ശാസ്ത്രിമാരും അവിടെയുള്ള ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ളവരായിരുന്നു. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അതൊന്നും അവർക്ക് അതൊന്നും സമയമില്ല. അവർക്ക് അതിനൊന്നും വല്ല കാര്യം, അവർക്ക് വേറെ വല്ല കാര്യങ്ങളായിരുന്നു കാര്യം. അപ്പൊ അതുകൊണ്ടാണ് ദൈവം ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ ലോകത്തിലേക്ക് വിട്ടത്. ഇനി എനിക്കിവിടെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ജോണിന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു സ്റ്റൈല് കണ്ടില്ലേ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജോണിന് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ അറിഞ്ഞൂടായിരുന്നു. സോഫ്റ്റ് ആയിട്ട് സംസാരിക്കത്തില്ല. ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ് എന്ന് ചോദിക്കുന്നത്, സർപ്പസന്തതികളെ, നിന്നോടൊക്കെ ഓടി ഒളിക്കാൻ ആരാ പറഞ്ഞിരിക്കുന്നു? മാനസാന്തരത്തിന് യോഗ്യമായിട്ടുള്ള ഫലം കായ്പ്, അല്ലെ? നിനക്കെതിരായിട്ടൊക്കെ വരാനിരിക്കുന്ന ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ നിന്നോടൊക്കെ ആരാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഈ പോക്ക് പോയി കഴിഞ്ഞ് നിന്റെയൊക്കെ ജീവിതം തന്നെ നശിച്ചു പോകും. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് ജോൺ പറയുന്നത്. പിന്നെ ജോണിനോട് ആൾക്കാർ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ജോൺ
ജോൺ പറയുന്നത് ഇതാ, അല്ല, 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവൻ ഭക്ഷണം ഇല്ലാത്തവർക്ക് കൊടുക്കട്ടെ. എന്താ പറയുക, പടയാളികളോട് നിങ്ങൾ എന്താ മറ്റുള്ളവരെ പീഡിപ്പിക്കാതെ നിങ്ങളുടെ ശമ്പളം മാത്രം മതിയെന്ന് വിചാരിക്കുക, അല്ല ചുങ്കക്കാരോട് നിങ്ങൾ ആവശ്യത്തിൽ കൂടുതലായിട്ട് നിങ്ങൾ പിരിക്കുക എന്ന് പറയാം. അപ്പൊ വർക്കിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതാണ് എനിക്ക് പറയാനുള്ളത്. ജോണിന് അറിയാവുന്നത് ലോയെ പറ്റി മാത്രമാണ്. മോസസ് വഴി ന്യായപ്രമാണം വന്നു, യേശുക്രിസ്തു വഴിയാണ് കൃപയും സത്യവും വന്നിരിക്കുന്നത്. കൃപ എന്നുള്ളൊരു കാര്യം ജോണിന് അറിയത്തില്ലായിരുന്നു. ഇത്രയും വലിയൊരു പ്രോഫറ്റ് ആയിരുന്നു ജോൺ അല്ലെ, വലിയൊരു മഹാനായ പ്രോഫറ്റ് ആയിരുന്നു ജോണ്. എന്നിട്ടും കൂടെ യേശുക്രിസ്തുവിന്റെ വഴി തെളിക്കുന്നതിന് വന്നിരിക്കുന്ന ഒരൊറ്റ പ്രോഫറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഓക്കെ, എന്നിട്ടും കൂടെ അദ്ദേഹത്തിന്റെ കൃപ എന്നതിനെ പറ്റി അറിയത്തില്ലായിരുന്നു അല്ലെ. നമ്മൾക്ക് ദൈവം തരാനിരിക്കുന്ന സാൽവേഷനെ പറ്റി എഴുതിയിരുന്ന പ്രോഫറ്റുമാർക്ക് ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു അല്ലെ. അത് എന്നാണ് നടക്കുന്നത്, ആ ഒരു ഗ്രേസ്, ആ ഒരു കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതിനെ പറ്റി അവർക്കാർക്കും അറിയത്തില്ലായിരുന്നു. അവരെല്ലാം വണ്ടടിക്കുമായിരുന്നു എങ്ങനെ സംഭവിക്കും എന്നതിനെ പറ്റി. അപ്പൊ അവരുടെ വ്യാപരിച്ചു വരുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ് പറയില്ല, നിങ്ങൾക്കല്ലത് അല്ലെ, ഇനി വരാൻ പോകുന്ന കുറെ ആളുകൾക്കാണ് അല്ലെ, ചർച്ചിന്റെ ഏറയിലുള്ളവർക്കാണെന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ജോൺ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ പറയുക, എന്താ പറയുക, നിങ്ങൾ ഇത് ഇന്ന വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കും അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് തങ്ങളുടെ മാസ്റ്റർ ആയിട്ടുള്ള ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി അല്ലെ, ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് വിടുവിച്ച് തങ്ങളെ തന്നെ നിർത്തുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി ഫേവറിനായിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾ വസ്ത്രങ്ങൾ രണ്ടുള്ളവർക്ക് ഉള്ളവര് ഇല്ലാത്തവര് കൊടുക്കുക അല്ലെ, നിങ്ങൾ ഭക്ഷണം ഉള്ളവര് ഭക്ഷണം ഇല്ലാത്തവന് കൊടുക്കുക. എന്താ പറയാ, നിങ്ങൾ ചുങ്കക്കാരോട് അധികം നിങ്ങൾ വാങ്ങിക്കുക. ഇതെല്ലാം വർക്കിനെ ബേസ്ഡ് പ്രവൃത്തിയെ ബേസ്ഡുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതായത് ഒരു സെർവന്റ് മൈൻഡ് സെറ്റപ്പ് അല്ലെ, വർക്ക് ചെയ്യണം എങ്കിലേ ഉള്ളൂ മാസ്റ്റർ പ്രീതിപ്പെടുത്തുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റപ്പ്. പക്ഷെ നമ്മുടെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത 1 പത്രോസിലെ പീറ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ, യേശുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും കൊണ്ട് നമ്മളെ പിതാവ് വീണ്ടും ജനിപ്പിച്ചിരിക്കുക അല്ലെ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഹോപ്പിലേക്ക്, ഒരു പുതിയ ജീവിതത്തിലേക്ക്, അവിടെ നമുക്കൊരു അവകാശവും ഒക്കെ തന്നിരിക്കുക. അവകാശം കിട്ടുന്ന മക്കൾക്കാണ് അല്ലെ, മക്കളാക്കി തീർത്തിരിക്കുക. സെർവന്റുമാരായിരുന്നോട്ട് നിന്ന് മക്കളാക്കി തീർത്തിരിക്കുക. അതാണ് ചേഞ്ച് വന്നിരിക്കുക. അതാണ് കൃപ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ദൈവം ഒഴിച്ചിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ തന്നെ അർഹതപ്പെട്ടവരല്ല. നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. നമ്മൾക്ക് ജോൺ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ വർക്കുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. നല്ല വർക്കുകളൊക്കെ ചെയ്യണം, അത് വാസ്തവം. പക്ഷെ അത് യേശുക്രിസ്തുവിൽ നിന്നുകൊണ്ടുള്ള വർക്കായിരിക്കും ചെയ്യുന്നത്. യേശുവിന്റെ ഹൃദയത്തിന് പ്രകാരമുള്ള ഹിതമായിട്ടുള്ള വർക്കുകളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് അല്ലെ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, എന്റെ റൈച്ചസ് ആയിട്ടുള്ളവൻ എങ്ങനെയാ ജീവിക്കുന്ന പറഞ്ഞിരിക്കുന്നത്, വിശ്വാസം കൊണ്ട് ജീവിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വിശ്വാസം കൊണ്ട് നമുക്ക് ജീവിക്കാം എന്നുള്ളത് വന്നിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, കൃപ കാണുക. ദൈവത്തിന്റെ ഗ്രേസ് നമ്മളിലേക്ക് വന്നത് കൊണ്ട്, ദൈവത്തിന്റെ ഗ്രേസ് നമ്മൾക്ക് നേടി തന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സൺഷിപ്പ് അല്ലെ, പുത്രത്വം എന്നാണ് നമുക്ക് വാങ്ങിച്ചു തന്നിരിക്കുന്നത്. പുത്രന്മാരായി തീർന്നിരിക്കുന്നത്. നമ്മൾ ക്രോസ് ഓഫ് കാൽവരിയിൽ യേശു നമുക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തപ്പോൾ, ഒരിക്കല് നമുക്കറിയാം പാപത്തിൽ മരിച്ചവരായിരുന്നു. പിന്നെ എന്താ പറയാ, ദൈവം ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സെർവന്റുമാരായി. അവിടുന്ന് എല്ലാം ദൈവം നമ്മളെ വിടുവിച്ചുകൊണ്ട് പുത്രത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. പുത്രന്മാരാണ്, യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരാണ്, യേശുക്രിസ്തു വിശ്വാസത്താൽ ഫോം ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയാവുമ്പോ നമ്മൾ എത്രമാത്രം ദൈവത്തോട് എന്താ പറയാ നന്ദിയുള്ളവരായിരിക്കണമെന്നൊന്ന് വിചാരിച്ചു നോക്കും അല്ലെ. ചില്ലറ കാര്യമല്ല യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. ഇത് വെറുതെ കളിയല്ല അല്ലെ. ഈ ഗ്രേസ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് കിട്ടാത്തതാണ്. യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന, നിങ്ങൾ ഈ കാണാൻ താല്പര്യമുണ്ടായിരുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലെ. എന്താ പറയുക, ഇത് നിങ്ങൾ അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചെന്ന് ഒരുപാടുണ്ട് പേരുണ്ടായിരുന്നു. നമ്മളെക്കാളൊക്കെ ഒരുപാട് യോഗ്യരായിട്ടുള്ളവര്. മോസസ് എത്ര യോഗ്യനായിട്ടുള്ള വ്യക്തിയായിരുന്നു, അദ്ദേഹത്തിന് ഇത് അനുഭവിക്കാൻ പറ്റിയോ? നമ്മളൊക്കെ തലങ്ങും വിലങ്ങും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്നും കൂടെ പാപം ചെയ്യുന്നവരാ. മോസസ് ഒരൊറ്റ ചെറിയ പാപം ചെയ്തപ്പോ അല്ലെ, എന്താ പറയാ, ആ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോ പാറ അദ്ദേഹം അടിച്ചു. അദ്ദേഹത്തിന്റെ ടെൻഷൻ, അന്ന് അത്രേ ആൾക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ടുള്ള വർക്ക് എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല അല്ലെ. അദ്ദേഹം വർക്കും തന്നെയല്ല, അത്രയും ആൾക്കാരെ മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ
ആരുമൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്നിട്ടും കൂടെ യേശു ദൈവം മോസസിനെ കനാലിലേക്ക് കയറ്റാൻ സമ്മതിക്കുമായിരുന്നില്ല. ആ ഗ്രേസ് എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അല്ലെ? ഇവിടെ നമ്മൾ തലങ്ങും വിലങ്ങും കുറ്റവും പാവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ക്ഷമ ചോദിക്കുമ്പോൾ നമ്മളോട് ക്ഷമിക്കാൻ മാത്രം കൃപയുള്ള ദൈവം നമ്മുടെ ദൈവം. അല്ലെ? ആ ദൈവത്തോട് എത്രമാത്രം നമ്മള് എന്താ പറയാ നന്ദിയുള്ളവരായിരിക്കണം. ആ ദൈവത്തെ എത്രമാത്രം വാഴ്ത്തുന്നവരായിരിക്കണം. ആ ദൈവത്തിന്റെ വഴി അനുസരിച്ച് നമ്മൾ നടക്കുന്ന വ്യക്തികളായിരിക്കണം. നമുക്ക് കൃപ തന്നിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ന്യായപ്രമാണം കൊണ്ട് ഒരു വ്യക്തികൾക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. നമ്മളാരും അല്ലെ? ദൈവത്തിന്റെ കൃപ വന്നതുകൊണ്ടാണ് ജെന്റൈൽസും കൂടെ നമ്മള് ജാതിയും കൂടെ ദൈവത്തിനൊപ്പം ആകാൻ പറ്റിയത്. അല്ലെ? യേശുക്രിസ്തുവിനൊപ്പം ആകാൻ പറ്റിയത് ദൈവത്തിന്റെ കൃപ ഉള്ളത് കൊണ്ടാ. ഗ്രേസ് വന്നത് കൊണ്ടാ. അപ്പൊ ആ ഗ്രേസ് നമ്മളെയും തേടി എത്തിയതാ. അപ്പൊ എത്രമാത്രം നമ്മള് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. അല്ലെ? ദൈവത്തിന്റെ കൃപ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗ്രേസ് നമുക്ക് തന്നിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വഴിയെ നടക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ നമുക്ക് തോന്നിയ വഴിയെ ജീവിക്കുന്നതിന് വേണ്ടിയല്ല. അല്ലെ? അപ്പൊ അതെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. കൃപ കിട്ടിയിരിക്കുന്നത് തോന്നിയ ജീവിതം ജീവിക്കുന്നതിന് വേണ്ടിയല്ല, യേശുവിലായിരിക്കുന്നതിന് വേണ്ടി. നമ്മുടെ സമയം വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പേര് എന്നത്തേക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന കൃപ അതിനെ വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ നമുക്ക് ജീവിക്കുന്ന വ്യക്തികളായി യേശുവിന്റെ വഴി കൂടെ നടന്നുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. കർത്താവെ അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയും അങ്ങയുടെ സ്നേഹമൊക്കെ ഞങ്ങളെ തേടിയെത്തിയത് കർത്താവ്. ഞങ്ങൾക്ക് ഇതിനൊന്നും അർഹതയുള്ളവരല്ല, എന്നിട്ട് കൂടി ഞങ്ങളെ തേടിയെത്തിയിട്ട് നന്ദി പറയും. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ ഗോഡ്. അങ്ങയുടെ കൃപയ്ക്ക് അനുസരിച്ച് കർത്താവെ ഉള്ളൊരു ജീവൻ ജീക്കൽ കൃപ തരണം അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇത് കേട്ടിട്ട് നന്ദി. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ.